നമസ്കാരം. ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായ പ്രകടനം അപകടകരമായ ഒരു രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. ഇന്ത്യൻ വിഭജനത്തിന്റെ കാരണക്കാർ എന്ന് കുറ്റപ്പെടുത്തിയാണ് യോഗി ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ മതപരമായി വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതീകമാണ് യോഗി. ആ യോഗിയാണ് അഖണ്ഡതയുടെ വേദമോതുന്നത്. വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവോടെയാണ് ലീഗിനെ മുൻനിർത്തിയുള്ള ആക്രമണത്തിന് BJP തുടക്കമിടുന്നത്. മോദി തുടങ്ങിവെച്ചത് അമിത്ഷാ ഏറ്റെടുത്തു. യോഗിയിലൂടെ അത് പൂർണ്ണതയിലെത്തി. ഉത്തരേന്ത്യയിലെ വോട്ട് ധ്രുവീകരണമാണ് മോദിയും യോഗിയും ലക്ഷ്യമിടുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇവിടം സുരക്ഷിതം എന്ന നിലയിലാണോ കേരളം ഈ നീക്കത്തെ നോക്കിക്കാണേണ്ടത്? ഉത്തരേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകില്ല മതവിഭജനത്തിന്റെ ഈ വൈറസ്. ആ മുൻകരുതൽ കേരളം എടുക്കേണ്ടേ? ലീഗും കോൺഗ്രസും മാത്രം മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരു വിഷയമാണോ അത്? മതേതരത്വത്തെ പൊതുവിൽ ദുർബലപ്പെടുത്തുന്ന നീക്കമല്ലേ അത്? വിഭജനത്തിന്റെ വൈറസ് വയനാട്ടിലൂടെ വരാനൊരുങ്ങുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, വൈറസ് രാഷ്ട്രീയം പറയുന്നതെന്തിന്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. വരാമെന്നേറ്റ മുഹമ്മദ് റിയാസ് അവസാന നിമിഷം ഒഴിഞ്ഞു കളഞ്ഞു. വയനാട്ടിൽ വൈറസ് ബാധയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തോടുള്ള പ്രതികരണം എന്താണ്? യോഗി ആദിത്യനാഥ് ആദ്യമായിട്ടല്ലല്ലോ ഇന്ത്യയിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് രാജ്യം എത്ര മുഖവിലക്കെടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യം അഭിമാനപൂർവ്വം എന്നും ഓർക്കുന്ന മദർ തെരേസയെക്കുറിച്ച് പോലും പറഞ്ഞത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദർ തെരേസ മതം മാറ്റുകയാണെന്നും ഇന്ത്യയെ ക്രിസ്തീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് 35% മുസ്ലിങ്ങളുണ്ടായാൽ അവർ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് അവരുടെ എണ്ണം കുറക്കണമെന്നാണ്. ഇങ്ങനെ നിരന്തരമായി വർഗീയ വിഷം ചേറ്റുന്ന അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടയുതിർത്ത നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പ്രേതം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ആ രീതിയിലല്ലാതെ മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം പറയാനിടയില്ല. കാരണം മുസ്ലിം ലീഗ് പാർട്ടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോളം രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ പങ്കാളിത്തമുള്ളൊരു കക്ഷിയാണ്. എന്ന് മാത്രമല്ല, രാജ്യത്ത് 1906 രൂപീകരിച്ച സർവേന്ത്യ മുസ്ലിം ലീഗും അതിനുശേഷം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 മാർച്ച് മാസം 10 രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ഒരുപോലെ വിമർശിക്കുന്ന രീതി അദ്ദേഹം കുറേ നാളുകളായി തുടരുകയാണ്. കാരണം ഇദ്ദേഹം മാത്രമല്ല, ഈ അടുത്ത ദിവസം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്. കാരണം ഇവർക്ക് ആവശ്യം രാജ്യത്ത് വർഗീയത വളർത്തുകയാണ്. രാജ്യത്ത് വർഗീയത വളർത്തി ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിലെ ഹൈന്ദവ സമുദായത്തിനെതിരാണ്, മറ്റ് മതസ്ഥർക്കെതിരാണ്, അവർ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധം ഇവരെ മാറ്റിയെടുക്കലാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ, വിശേഷിച്ചും ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. അവർ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ജനാധിപത്യ വീക്ഷണമുള്ളവരാണ്, മതേതര വീക്ഷണമുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, മറ്റുള്ളവരുമായി യോജിച്ച് നിന്നുകൊണ്ട് നല്ല രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഭരണരംഗത്ത് വിദ്യാഭ്യാസ വകുപ്പടക്കം ഏറെക്കാലം കൈകാര്യം ചെയ്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ പൊതുധാരയിൽ മുന്നോട്ട് പോകുന്നൊരു കക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ഇവർക്ക് BJPക്ക് വളരാനാകില്ല, വർഗീയതയ്ക്ക് വളരാനാകില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ ചില ഒളിയമ്പുകളാണ് അതിലുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, പ്രകാശ് കാരാട്ടിൻ്റെ വാചകങ്ങൾ വയനാട്ടിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായുള്ള ശ്രമത്തിൽ രാഹുൽ ആശ്രയിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. അവരെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാകില്ല. കോൺഗ്രസ് അധ്യക്ഷന്റെ മതനിരപേക്ഷ വിശ്വാസ്യതയ്ക്ക് ഇതൊരു നല്ല പരസ്യവുമാകില്ല.
ഇതേപ്പറ്റിയുള്ള അഭിപ്രായമോ? അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പിൻചരിത്രവും BJPയുടെ ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കുക എന്ന രാഷ്ട്രീയവുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനമല്ല ഇത്. രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തിയെ ബലപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന, അധികാരത്തിലേക്ക് ഒരിക്കൽ പോലും വരാൻ ആഗ്രഹിക്കാതെ ജനാധിപത്യ മതേതര ശക്തികളെ ബലപ്പെടുത്തുക, BJPക്കെതിരെ അണിനിരത്തുക എന്ന പ്രഖ്യാപിത മുദ്രാവാക്യവുമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടതുകക്ഷിയുടെ നേതാവിൻ്റെ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. അങ്ങയുടെ മറുപടി? ഇല്ല, പ്രകാശ് കാരാട്ട് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു വാളയാർ ചുരത്തിനപ്പുറം പറയാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻറ്റിൻ്റെ ചിത്രമടക്കം ആലേഖനം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളുമായാണ് CPM അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, പലതവണ ഇടതുപക്ഷ മുന്നണി ഇവിടുത്തെ CPM പോലും അധികാരത്തിലെത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ ആശ്രയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ഇവരും തമ്മിൽ മുന്നണി ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. കേരളം ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും അറിയാത്ത വിധം അദ്ദേഹം ചില താല്പര്യങ്ങൾ, എന്താണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്നറിയില്ല. ഞങ്ങൾ കേരളത്തിൽ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്തായി ഇത്തരം ശക്തികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ചില സമീപനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെ മനസ്സിലാക്കിയവരാണ് എല്ലാ കക്ഷികളും. BJPയുടെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലഘട്ടം, അന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി നിന്നിരുന്ന അഹമ്മദ് സാഹിബ് അവിടെ നിന്ന് പിൻവലിക്കേണ്ടതില്ല, അദ്ദേഹം തുടരട്ടെ എന്ന തീരുമാനമാണ് അന്ന് BJP സർക്കാർ എടുത്തത്. കാരണം ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോട്, രാജ്യത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനോട് എല്ലാം അടിയുറച്ച് നിൽക്കുന്ന നിലപാടുകളാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് എടുത്തത് എന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കരതലമലകം പോലെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാളുടെ വിഷം ചീറ്റുന്ന പ്രസ്താവന അത്ര വലിയ മുഖവിലക്കെടുക്കണം എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ശരി, ശ്രീ MT രമേശ്, ഇവിടെ യോഗി ആദിത്യനാഥ് ശബരിമല പോലെ വലിയ ശക്തമായ ഒരു വിവാദം നടക്കുന്ന സന്ദർഭത്തിൽ പത്തനംതിട്ടയിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയതാണ്. ചെറിയൊരു വാർത്ത മാത്രമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചില്ല. ഇപ്പോൾ ഒരു ട്വീറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനൊരു വൈറസ് പ്രയോഗവുമായി. ഇതും ഇന്നോടെ അവസാനിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ 24 മണിക്കൂറിൻ്റെ ആയുസ് പോലും ഇല്ലാത്ത ഒരു പ്രതികരണം എന്ന്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ സാധ്യത നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ? അല്ല, സാധ്യത തീരുമാനിക്കുന്നത് ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ. എന്തു ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ്. 24 മണിക്കൂർ കൂടുതൽ ആയുസില്ലാത്ത ഒരു പ്രസ്താവന എന്തിനാ മാതൃഭൂമി പോലത്തെ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത്? യോഗി ആദിത്യനാഥ് പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഒരു ഓളവും ഉണ്ടാക്കിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കവർ ചെയ്താണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. നിങ്ങളിന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന മാധ്യമങ്ങളാണ് പ്രസ്താവനകളുടെ ആയുസിനെക്കുറിച്ചും ആയുർദൈർഘ്യത്തെക്കുറിച്ചും തീരുമാനിക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. യോഗി ആദിത്യനാഥ് ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ന് വിമർശിച്ചിട്ടുള്ളത്. ലീഗ് എന്ന പറയുന്ന പാർട്ടി വിമർശിക്കുമ്പോൾ അതിനെ മതപരമായി നിങ്ങൾ ചേർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം രാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ ചരിത്രമാണ്. അത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അല്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണി 1906 മുസ്ലിം ലീഗും ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സമർത്ഥിക്കുന്നത് കേട്ടു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഈ അടുത്ത കാലത്ത് എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ MK മുനീറാണ് ആ ചരിത്രം എഴുതിയത്. ആ ചരിത്രത്തിൽ മുനീർ അവകാശപ്പെടുന്നത് 1906 രൂപം കൊണ്ടിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗിനെതിരായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിമർശിച്ചത്. ഇന്ന് ലീഗിനെ ഒരു വൈറസ് എന്ന് യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപിച്ചവർ എങ്ങനെയാണ് ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ച നെഹ്റുവിനെ കുറിച്ച് പറയുക? നെഹ്റു അതിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. സർദാർ വല്ലഭായ് പട്ടേൽ ലീഗിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. മാത്രമല്ല കേരളത്തിൽ തന്നെ KPCCയുടെ പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ അദ്ദേഹം ലീഗിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ലീഗിനെ കുറിച്ചുള്ള വാചകം കടമെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ വലിയ വാദകോലാഹലം കേരളത്തിലുണ്ടായതാണല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നേരത്തെയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി രാജ്യം വെട്ടിമുറിച്ച ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത്. അല്ല എന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞാൽ അത് അല്ലാതാവില്ലല്ലോ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ്
കേരളത്തിൽ മാത്രമുള്ളൊരു രാഷ്ട്രീയത്തെ, ലീഗ് രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് രാജ്യവിഭജനത്തിന് ഉത്തരവാദികളായ പാർട്ടി എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ലീഗിനെ ആശ്രയിക്കുമ്പോൾ അത് വലിയ ദേശീയ വാർത്തയായിരുന്നു. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വന്നു എന്ന ചോദ്യം വരുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യം മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുന്നത്. ലീഗിന് സ്വാധീനമുള്ള ഒരു സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി വരേണ്ടി വരുമെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷന് മുസ്ലിം ലീഗിനെ അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടും. അത് സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയുടെ തുടക്കമാണ് ഇതിന്ന് അവസാനിക്കില്ല വേണു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഇതുപോലെയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ലീഗ് രാഷ്ട്രീയത്തിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ആത്മഹത്യയെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരം വാദങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. ഒരു ചോദ്യം കൂടി. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി, ആർക്കും ഈ പച്ചക്കൊടിയുടെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗിനെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കാൻ കഴിയില്ല. കാരണം ഈ പച്ചക്കൊടികൾ എല്ലാ കൂട്ടരുടെ കൂടെയും ഉണ്ട് എന്ന്. ഇപ്പോൾ തമിഴ്നാട് അദ്ദേഹം ഉദാഹരിക്കുകയുണ്ടായി, ബീഹാർ ഉദാഹരിക്കുകയുണ്ടായി. നിങ്ങളുടെയൊക്കെ BJPയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സഖ്യങ്ങളുണ്ട്. അതിലെല്ലാം ഈ ലീഗിൽ നിന്ന് പോയ ലീഗോ അല്ലെങ്കിൽ ലീഗ് എന്ന മറ്റ് പേരിൽ ലീഗ് ഉള്ളവരോ ഹരിത പതാക വഹിക്കുന്നവരോ ഒക്കെയായ കൂട്ടരുമായി നിങ്ങൾക്കും സഖ്യമുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഉദാഹരണം അദ്ദേഹം അത് പറയുകയുണ്ടായി. അവിടെയുമുണ്ട് ഒരു ലീഗ് ഇതിൽ നിന്ന് പിരിഞ്ഞു പോയ കൂട്ടർ. കശ്മീരും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. PDPയെ പോലെ ഒരു പാർട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടിസ്ഥാനപരമായി? എന്നാൽ അവരുമായി ചേർന്നാണല്ലോ അവിടെ ഭരണത്തിലേക്ക് തന്നെ BJP എത്തിയത്. അപ്പോൾ ഇതിനെയൊക്കെ കാണാതെ കേരളത്തിലെയുള്ള ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെ ഇത്തരമൊരു വിമർശനം വരുമ്പോൾ അത് എത്രമാത്രം സാധുതയുള്ളതാണ്, അവനവനെ തിരിഞ്ഞു കുത്തുന്നതല്ലേ എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അല്ല, ലീഗിനെ കുറിച്ചുള്ള വിമർശനത്തിന് മറുപടി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് അധികാരമുണ്ട്. അത് പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും വിരോധമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. ഞാൻ വേണുവിനോട് മറുചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ സ്വാധീനമില്ലാതായി പോകുന്നു? എന്തുകൊണ്ടാണ് ലീഗ് അവിടെയൊന്നും വളരാത്തത്? കാരണം ലീഗിനെക്കുറിച്ച്, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കേരളത്തിൽ നാം എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിൽ അതിനുള്ള മറ്റൊരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ചത്ത കുതിര എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ലീഗിനെ പടക്കുതിരയും പന്തയക്കുതിരയുമാക്കി മാറ്റാൻ ഇവിടെ CPMകാരും കോൺഗ്രസ്സുകാരും മത്സരിച്ചതുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ലീഗ് ഒരു അപ്രമാദിത്വ ശക്തിയിൽ വളർന്നത്. പക്ഷേ കേരളത്തിന് വെളിയിൽ ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഓർമ്മ വരിക 47 വിഭജനത്തിൻ്റെ കഥയാണ്. അതുകൊണ്ടാണ് കേരളത്തെക്കാൾ മുസ്ലിം ജനസാമാന്യമുള്ള പ്രദേശങ്ങൾ പോലും ലീഗിന് പച്ചപിടിക്കാൻ സാധിക്കാത്തത്, മുസ്ലിം ജനസമൂഹത്തിൻ്റെ മനസ്സിൽ പോലും ലീഗിന് സ്വാധീനമെത്തിക്കാൻ സാധിക്കാത്തത് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അവർക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം തന്നെയാണ് ഇന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ലീഗിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ, ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ അതൊരു വൈറസ് തന്നെയാണ്. രാജ്യത്തിൻ്റെ വിഭജനത്തിന് ഉത്തരവാദിയായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്ന പാപക്കറ ഇപ്പോഴും ചുമക്കാൻ വിധിക്കപ്പെട്ട പാർട്ടിയാണ് ലീഗ് എന്ന പാർട്ടി. ആ പാർട്ടിയെക്കുറിച്ച് അങ്ങനെയേ പറയാൻ സാധിക്കൂ. അതിനെ മറ്റു രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം നെഹ്റുവിൻ്റെ ചത്തകുതിരയാണ്. അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് ഈ ചർച്ചയിൽ പ്രവേശിക്കാം. അല്ല, ഈ നെഹ്റുവിൻ്റെ ചത്ത കുതിരയെക്കുറിച്ച് ശ്രീ MT രമേശ് പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 1953-ലാണ്. ഇവിടെ ഈ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് മുന്നണികൾ തമ്മിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടാകുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്. വേണമെന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ CPM CPI രണ്ട് മുന്നണിയിലേക്ക് പോയപ്പോൾ ചൈനയുടെ ചാനന്മാരെന്ന് വരെ പരസ്പരം ആക്ഷേപിച്ചിട്ടുണ്ട്, പരസ്പരം തെറി വിളിച്ചിട്ടുണ്ട്. എന്തെല്ലാം രീതിയിൽ CPM CPI തമ്മിൽ പരസ്പരം ചെളിവാരി അറിയാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ മുന്നണിയായിട്ടുമുണ്ട്, ഇപ്പോൾ മുന്നണിയായി പോവുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് 1953 ശ്രീ ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 1960 കേരളത്തിൽ ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തെ പുറത്തു നിർത്തിയത് അന്ന് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ PSPയും കൂടെ ചേർന്നിട്ടാണ്. അന്ന് ശ്രീ KM സീതി സാഹിബായിരുന്നു സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ശ്രീ CH മുഹമ്മദ് കോയ സ്പീക്കറായി. അപ്പോൾ 53 അങ്ങനെ ഒരു കമൻറ്റ് വന്നെങ്കിൽ അദ്ദേഹം 1964 മെയ് 27 മരിക്കുന്നതിന് മുമ്പ് തന്നെ 1960 തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ മുന്നണി ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഭരണം പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഘടകകക്ഷികൾ തമ്മിൽ പലപ്പോഴും അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ പിന്നീട് അത് തിരുത്തപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ പിന്നീട് ഞങ്ങൾ ഘടകകക്ഷിയായത്. അപ്പോൾ എനിക്കത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ ഈ യോഗി ആദിത്യനാഥിൽ നമ്മളിത് കൂടുതലും പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശ്രീ രണ്ടത്താണി പറഞ്ഞൊന്നുമല്ല, എന്തെല്ലാം ഷാരൂഖ് ഖാനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. ഷാരൂഖ് ഖാനെ ഈ ഹിന്ദുക്കൾ ഈ സിനിമ കാണാതിരുന്നാൽ ഷാരൂഖ് ഖാൻ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു മുസ്ലിമായി മാറുമെന്നും അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്നും പറഞ്ഞു.
ഈ എന്താ പിന്നെ ഒരു ഹിന്ദു യുവതിയെ മതം മാറ്റി കല്യാണം കഴിച്ചാൽ 100 മുസ്ലിങ്ങളെ മതം മാറ്റി കല്യാണം കഴിക്കും എന്നുള്ള രീതിയിൽ എന്തെല്ലാം പ്രകോപനപരമായി എന്നും വർഗീയതയുടെ വിഷം മാത്രം ചീറ്റിയിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ വൈറസ് എന്ത് വൈറസാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന വൈറസ് അങ്ങനെ നിപ്പ വൈറസിനേക്കാൾ ഗുരുതരമായ വൈറസാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെക്യുലറിസം മാത്രം കൈമുതലായി നിന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് കുറച്ച് രണ്ടത്താണി പറഞ്ഞു പോയി. അപ്പോൾ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 1952 1-ാം പാർലമെൻറ്റ് മുതൽ 1-ാം ലോക്സഭ മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവിടെ മെമ്പർമാരുണ്ട്. ഇപ്പോൾ 17-ാം ലോക്സഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 16 ലോക്സഭയിലും അവിടെ മെമ്പർമാരുണ്ട്. 14-ലും 15-ലും മന്ത്രിമാരായിരുന്നിട്ടുണ്ട്, പലപ്പോഴും കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ ഏത് സെക്യുലറിസമാണ് തകർത്തിട്ടുള്ളത്? ഈ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ത് സെക്യുലറിസമാണ് തകർത്തിട്ടുള്ളത്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, 92-ൽ പിന്നെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കേരളത്തിൽ ഇത്തരത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാകാതിരിക്കണം എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നിലപാടെടുത്തിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവർ തന്നെയാണ് അമ്പലങ്ങൾക്ക് ഉൾപ്പെടെ സംരക്ഷണം നൽകാൻ മുൻപിൽ നിന്നിട്ടുള്ളത്. ആ സമയത്ത് പോലും അവരങ്ങനെ ഒരു നിലപാടെടുത്തതിന് അവർക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ISSന് ഇപ്പോഴത്തെ PDPയുടെ PDPയുടെ പഴയ രൂപമായ ISS ഉണ്ടാകുന്നതും SDP-യുടെ പഴയ രൂപമായ പാർട്ടി ഉണ്ടാകുന്നതും അതുപോലെ INL ഉണ്ടാകുന്നത്. INLൻ്റെ പിന്നിലാരാ പ്രവർത്തിച്ചത്? EMS തന്നെയല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ മുസ്ലിം എന്നുള്ള പേര് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഈ ശ്രീ EMS പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് INL രൂപീകരിച്ചിട്ട് പോലും അവരെ മുന്നണിയിലെടുക്കാൻ LDFൻ്റെ പ്രതിനിധിയില്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല. 27 വർഷം കഴിഞ്ഞിട്ടാണ് അവരെ മുന്നണിയിലെടുത്തത്. അപ്പോൾ മുന്നണിയിലെടുക്കുമ്പം ആ INLൻ്റെ അന്നത്തെ നിലപാടിൽ എന്താ വ്യത്യാസം ഉണ്ടായത്? INL എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടത്? ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വർഗീയ നിലപാടുകൾ, അതായത് നിലപാടുകൾ ശരിയല്ല, കൂടുതൽ വർഗീയത അല്ലെങ്കിൽ കൂടുതൽ തീവ്രമായ ജാതി സ്പിരിറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ല, ഞങ്ങൾ സെക്യുലറിസത്തിൻ്റെ ഭാഗമായി മാറി നിന്നപ്പോൾ അതിൽ നിന്ന് അടർന്നു വന്ന INLനെ LDFിലേക്ക് ക്ഷണിക്കുകയും അതിനുവേണ്ടി അവർക്കൊരു മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അവരാകപ്പെടെ ഉണ്ടായത് അവർ ശോഷിച്ചു പോയി എന്ന് മാത്രമാണ്. INL കുറച്ച് ശോഷിച്ചു എന്ന് വെച്ചാൽ ബാക്കി മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവരെ അങ്ങ് LDFിലെടുത്തു. കൂടുതൽ ചോദ്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രമേശ് പറഞ്ഞ കാര്യങ്ങളാണത്. ഒന്ന്, ഈ ചത്തകുതിര. 2, രമേശ് പറഞ്ഞത് ഈ സർദാർ പട്ടേൽ പറഞ്ഞതാണ്, സ്വാതന്ത്ര്യാനന്തരം വിഭജനത്തിൻ്റെ മൂലകാരണമായ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പതാക പാറിക്കളിക്കുന്നത് രാജ്യത്തിന് അപമാനകരമാണ്. അപ്പോൾ അതിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്ന് ഇന്ന് രമേശ് ചോദിക്കുന്നത് കേട്ടു. അതുപോലെ തന്നെ രമേശ് ചൂണ്ടിക്കാട്ടിയ ഒരു സന്ദർഭമാണ് കേരളവുമായി ബന്ധപ്പെട്ട് CK ഗോവിന്ദൻ നായർ ഈ കാര്യത്തിലെടുത്തിട്ടുള്ള നിലപാട്, ലീഗുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാട്. CHനെ സ്പീക്കറാക്കുന്ന ഘട്ടത്തിൽ തൊപ്പി ഊരി വാങ്ങി ആ ലീഗ് എന്ന് പറയുന്ന അസ്തിത്വം എന്ന് പറയുന്നതിൻ്റെ കണിക പോലും ഉണ്ടാകാതെ ഉറപ്പുവരുത്തിക്കൊണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് ഇരുത്തുന്നത്, ഇതൊക്കെ കോൺഗ്രസിന് ലീഗുമായി ബന്ധപ്പെട്ടുള്ള അവിശ്വാസത്തിൻ്റെ ഒരു വലിയ ധാരയുണ്ട് എന്നതിൻ്റെ തെളിവുകളല്ലേ എന്നാണ്. അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. അവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കും, ഞാൻ അതുകൊണ്ട് മുമ്പേ പറഞ്ഞു പോയി, ശ്രീ KM സീതി സാഹിബ് സ്പീക്കറായിരുന്നെന്നും അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ശ്രീ CH മുഹമ്മദ് കോയ വന്നതും ഒക്കെ അന്ന് ദേശീയ തലത്തിലും സംസ്ഥാനത്തും ലീഗുമായി ഘടകകക്ഷിയായി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് തീർച്ചയായും അന്ന് വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നയാൾ നിഷ്പക്ഷനായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് സ്പീക്കറായി വരണം. സ്പീക്കറായി വരുമ്പോൾ സ്വതന്ത്ര നിലപാട്, പിന്നീട് കാലപ്പഴക്കം കൊണ്ട് എല്ലാ പാർട്ടിക്കാരും അതിൽ നിന്ന് മാറി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതൊന്നും ഇപ്പോൾ കൂട്ടി വായിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ ചോദ്യം, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കേരളത്തിലെ പണ്ട് മുതലേ നമ്മുടെ മുന്നണിയിലുണ്ട്. അത് എത്രയോ വർഷമായിട്ട് മുന്നണിയിൽ മാറി ഇങ്ങനെ കൃത്യമായി പോകുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ സെക്യുലറിസത്തിന് എന്ത് തകരാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതാണ് ആദ്യം പറയേണ്ടത്. അത് പറയുമ്പോൾ യോഗി ആദിത്യനാഥിനെ വീണ്ടും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചുവപ്പ് കണ്ട കാളയെ പോലെ ഇരുന്ന് ഇപ്പോൾ പച്ച കണ്ട യോഗിയെ പോലെ എന്ന് പറയേണ്ടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. കാരണം അദ്ദേഹത്തിന് ഇത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ ശ്രീ MT രമേശൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് BBC നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് താങ്കളൊന്ന് കേട്ട് നോക്കണം. ആ ഇൻ്റർവ്യൂവിൽ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങളുടെ റാം മാധവ് തന്നെയാണ് ആ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി റാം മാധവും സൗത്ത് ഏഷ്യയുടെ ചീഫുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, അങ്ങൊന്ന് കേട്ട് നോക്കണം. അവിടെ റാം മാധവ് പോലും സമ്മതിക്കുന്നുണ്ട്, ഒരാളെ കൊന്നാൽ ഞങ്ങൾ 100 പേരെ കൊല്ലുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് തന്നെ റാം മാധവനെ സമ്മതിക്കുന്ന ഇൻസിഡൻറ്റ് വരെ ആ യൂട്യൂബിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. പക്ഷേ ഇവിടെ എന്തിൻ്റെ പേരിലാണ് ഈ കേരളത്തിലേക്ക് നമ്മളെ സംബന്ധിച്ച് ഈ വാക്കുകൾ, ഈ സംഭാഷണങ്ങൾ അറപ്പും വെറുപ്പും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേരള സമൂഹത്തിൽ. നമ്മളിതിനൊന്നും വഴിപ്പെടുന്നവരല്ല. ഇവിടെ എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തെങ്കിലും സാഹചര്യത്തിലൂടെ വർഗീയതയുടെ അത് ചീറ്റുക എന്ന് പറഞ്ഞാൽ കൊടും വിഷമാണ്. അത് ചീറ്റാൻ വേണ്ടി അതിന് പറ്റിയ പാകപ്പെട്ട നേതാക്കന്മാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അതിലൂടെ ഞാൻ പറയുന്നില്ല, 21-ാം തീയതി ഈ വരുന്ന തെരഞ്ഞെടുപ്പ്
23-ാം തീയതി ആണെങ്കിൽ അത് തലയ്ക്കും തലേ ദിവസം, അതായത് പ്രചാരണം തീരുന്ന ദിവസം യോഗി ആദിത്യനാഥിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോട് LDF സർക്കാർ നിലപാടോട് പറയണം. കാരണം മുഖ്യമന്ത്രി ഭോപ്പാലിൽ ചെന്നപ്പോഴല്ലേ തടഞ്ഞു നിർത്തിയതും ഒക്കെ. ഈവൻ ഈ യോഗി ആദിത്യനാഥ് ബംഗാളിൽ ചെന്നപ്പോൾ അവിടെ പിന്നെ മമതാ ബാനർജി ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ LDFന്റെ അതിലുള്ള നിലപാടുകൂടി അറിയാൻ താല്പര്യമുണ്ട്. ഇത്രയേറെ വർഗീയ വിഷം ചീറ്റുമ്പോൾ LDFന്റെ അക്കാര്യത്തിലുള്ള നിലപാട് കൂടി അറിയാൻ താല്പര്യമുണ്ട്. ശരി, ശ്രീ രണ്ടത്താണി, അങ്ങ് ഇടയ്ക്ക് കൈ ഉയർത്തിരുന്നു, അങ്ങേക്ക് തുടരാം. പ്രധാനമായും രമേശ് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ഭംഗിയായിരിക്കും. 2006 അതേ ലീഗിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തേതും പൈതൃകപരമായി എന്ന് ഡോക്ടർ മുനീർ ഇതിന്റെ ചരിത്ര രചന കൂടെ നടത്തുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീ രമേശിന്റെ വിമർശനം. രമേഷ്, ആ പുസ്തകം ഏത് രീതിയിലാണ് വായിച്ചത് എന്ന് എനിക്കറിയില്ല. കാരണം 1906 സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ നിലപാടിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നത്. ഖായിദെ മില്ലത്തിനേക്കാളും ഏറെക്കുറെ ജൂനിയർ ആയിരുന്ന ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി പോയി, ജിന്നാ സാഹിബ് പോയി, ചൗധരി ഖലിഖുസമാൻ പോയി, സത്താർ സേട്ട് പോയി. പക്ഷേ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും പോക്കർ സാഹിബും ഉപ്പി സാഹിബും ഒക്കെ ഇവിടെ തന്നെ നിന്നു. സീതി സാഹിബൊക്കെ ഇവിടെ തന്നെ നിൽക്കുക മാത്രമല്ല, അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവർ അംഗങ്ങളായിരുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും പോക്കർ സാഹിബും അടിയിൽ ഒപ്പിട്ടാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണം നടന്നിട്ടുള്ളത്. അവർക്കതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ആ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടി ഡോക്ടർ അംബേദ്കർ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത് പോലും മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടിയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നായിരുന്നു. ഇതൊന്നും, ഈ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെയൊന്നും ആരും വിസ്മരിക്കരുത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് നിന്നു. സ്വാഭാവികമായി രാജ്യത്തിൻ്റെ വിഭജനത്തെ തുടർന്ന് വർഗീയ കലാപങ്ങളുണ്ടായി. ആ വർഗീയ കലാപമുണ്ടായ സമയത്ത് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ പലരും പാകിസ്ഥാനിലായിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യൻ മുസ്ലിം നേതാക്കന്മാർ മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയോടൊപ്പം തുടർന്നത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ദക്ഷിണേന്ത്യയിൽ മുസ്ലിം ലീഗിന് അതിൻ്റെ ശക്തി നിലനിർത്താനായി ഉത്തരേന്ത്യയിലാകട്ടെ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് ആ സമയത്ത് അതിന് നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു. ഈ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരം അംഗത്തരങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ഇന്നേ വരെയുള്ള രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു, നിയമനിർമ്മാണത്തിൽ പങ്കുവഹിച്ചു, രാജ്യത്തോട് കൂറ് പുലർത്തി, രാജ്യത്തിൻ്റെ മതേതര നന്മയോടൊപ്പം നിന്നു. രാജ്യം ഒരു യുദ്ധത്തിന് നേരിട്ട ഘട്ടത്തിൽ, ഒന്നാമത്തെ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ വരെ സ്വന്തം മകൻ മിയാഖാനെ പട്ടാളത്തിലയക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കത്തയക്കാൻ വരെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തയ്യാറായി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാതെ, എന്താണിതെന്നറിയാതെ, ഈ അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ശൈലിയൊക്കെ രമേശിനെ പോലുള്ളവരൊന്ന് ഉപേക്ഷിക്കണം. ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് എന്താണെന്ന്. എന്ന് മാത്രമല്ല, അങ്ങയോടെ പറഞ്ഞു പച്ചപ്പതാകയോട് വലിയ വിരോധമാണത്രേ. പച്ചപ്പതാകയോടെങ്കിൽ വിരോധമാണെങ്കിൽ, ആ നിറമാണെങ്കിൽ തൊട്ടടുത്ത് ചൈനയുടെ കൊടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി. ആ ചെങ്കൊടിയോടും അങ്ങേക്ക് വിരോധം കാണും. ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഇത്തരം ഓരോരോ നിറങ്ങൾ വെച്ചുകൊണ്ടാണോ അങ്ങ് ഈ രാജ്യത്തെ കൊടികളെയും കാര്യങ്ങളെയും ഒക്കെ നിർണ്ണയിക്കുന്നത്? ഇത്തരം ആരോപണങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, മിനിഞ്ഞാന്ന് ഹേമ മാലിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്തുറയിൽ വന്നല്ലോ. മാത്തുറയിൽ വന്ന അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് താൻ പ്രസംഗിക്കുന്ന വേദിയിൽ പത്രക്കാരെ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യന് ആ പ്രസംഗം കേൾക്കാൻ വന്നില്ല. ഒരു നാട് മുഴുവൻ ബഹിഷ്കരിക്കുന്ന ഒരു വൈറസായി മാറിയെന്ന AICCയുടെ പ്രസ്താവന കൃത്യമാണ്. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത്തരം വൈറസുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാകും നടക്കുക. ഈ രാജ്യത്ത് വർഗീയതര വിഷബീജങ്ങൾ വിതറി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാജ്യത്തിൻ്റെ മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവുമൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ മതേതര ശക്തിയുടെ മുന്നേറ്റം ഈ ഇന്ത്യ രാജ്യത്ത് വളരെയേറെ അനിവാര്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ശ്രീ രണ്ടത്താണി, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, അങ്ങ് തന്നെ പറഞ്ഞത്, ഇപ്പം അങ്ങ് 2 തവണ മറുപടി പറയുമ്പോഴും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഈ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതികരണ രീതിയുടെയും ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതികരണ രീതിയുടെയും വ്യത്യസ്തത. എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ഒരു പരികല്പനയിലേക്ക് പോകുന്നത്? അപ്പുറത്തുള്ളവർക്ക് എന്തോ ഒരു ന്യൂനത, ഇപ്പുറത്തുള്ളവരാണ് പുരോഗാമികളായത്. അങ്ങനൊരു വിഭജനം എന്തുകൊണ്ടാണ് ഈ സമുദായവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലിലേക്ക് അങ്ങേ നയിക്കുന്നത്? അങ്ങേക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബംഗാൾ ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിലെ സ്ഥിതി എന്താണ്?
ഈ അടുത്ത കാലത്ത് രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ പട്ടികവർഗത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബംഗാൾ, അതുപോലെ ബീഹാർ, അതുപോലെ ഹരിയാന. ഇവിടങ്ങളിലൊക്കെയുള്ള ഓരോ കണക്കുകൾ വെച്ചുകൊണ്ട് രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എന്നാൽ കേരളത്തിൽ അതുണ്ടായില്ല, തമിഴ്നാട്ടിൽ അതുണ്ടായില്ല. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കാരണം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ, മദ്രാസിലെ മുഹമ്മദ് ഇസ്മായിലിൻ്റെ ക്രാന്തദർശിത്വമാണെന്ന് ആ റിപ്പോർട്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ മുന്നേറ്റം വഴി സാധ്യമാക്കിയെടുത്ത വിദ്യാഭ്യാസ വിപ്ലവം, സാംസ്കാരിക വിപ്ലവം ഒരു ജനസമൂഹത്തെ രാജ്യത്തിൻ്റെ ഭരണഘടനയോടൊപ്പം നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് പോവുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകി ആയുധത്തിന് പകരം കൊടുക്കേണ്ടത് തൂലികയാണ് എന്നവരെ പഠിപ്പിച്ചു. ഒരു ജനതയെ നേരായ വഴിയിലൂടെ നയിച്ചുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഈ മുന്നേറ്റത്തിന് വഴിയൊരുക്കാൻ ഖായിദെ മില്ലത്ത് നിന്നത്. നിങ്ങൾക്കതറിയാം, കേരളത്തിൻ്റെ ചരിത്രം എടുക്കുന്നവർക്കറിയാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1948 ആദ്യത്തെ ഒരു കോളേജ്, ഫാറൂഖ് കോളേജ് സ്ഥാപിക്കുമ്പോൾ ആ ഫാറൂഖ് കോളേജിൻ്റെ പ്രഥമ പ്രസിഡന്റ്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. പ്രഥമ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KM സീതി സാഹിബാണ്. അതിനുശേഷം നടന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റങ്ങൾ മുഴുവൻ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു, ഞങ്ങൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു, രാഷ്ട്രീയ ബോധമുണ്ടാക്കി. ഈ IT രംഗത്ത് പോലും ഒരു ജനതയെ കൈപിടിച്ചുയർത്തി. നമ്മൾക്ക് പറയുമല്ലോ, കേരളത്തിൽ IT രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, IT കരികുലത്തിൽ കൊണ്ടുവന്നത് ഇപ്പോൾ മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീർ സായി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. IT ഒരു വ്യാവസായിക രംഗത്ത് അക്ഷയ പോലുള്ള പദ്ധതികളിലൂടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ പുരോഗമനത്തിൽ വികസന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് വിലയിരുത്തേണ്ടത്. ഒരു കാര്യം കൂടി ഇവിടെ രമേശ് പറയുകയുണ്ടായി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പുറത്ത് ലീഗ് വളരുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന് പുറത്ത് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ കലാപങ്ങളുണ്ടായി. നവകാലിയിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കം രക്തം പുരണ്ട മണ്ണിലൂടെ നടന്നു. ഇനി അരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞു. അതുപോലെ പ്രാദേശികമായ പരിമിതികൾ ഒരു ഘട്ടം വരെ നിങ്ങളുടെ ഒരു ന്യായവാദത്തിന് പിൻബലമാകും. രാഷ്ട്രീയം എന്നത് പ്രസരിക്കേണ്ടതാണ്. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ മാർഗമാണ് തുറന്നിടപ്പെട്ടത് 47-ലൂടെ. അതിനുശേഷം പിന്നെ അതേ ഒരു അപരിഷ്കൃത സാഹചര്യം ബാക്കി എല്ലായിടവും നിൽക്കുന്നു. കേരളത്തിൽ മാത്രമാണ് അല്ലാത്തൊരു മുന്നേറ്റം സാധ്യമായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വളരാൻ കഴിയുന്നു എന്നത് എങ്ങനെയാണ് ഒരു യുക്തിയായി വരിക? ജനാധിപത്യ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റം മറ്റു മേഖലകളിലെ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളിൽ വിശ്വാസം ആർജിപ്പിച്ചുകൊണ്ട് പ്രസരിപ്പിക്കുക, അത് എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നിയമസഭാ പങ്കാളിത്തം, ഇപ്പോൾ മന്ത്രിസഭാ പങ്കാളിത്തം കിട്ടിയ കേരളം, നിയമസഭയിൽ പങ്കാളിത്തം കിട്ടിയിട്ടുള്ള തമിഴ്നാട്, ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾക്കിത് വളരെ നന്നായി നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നിടത്തൊക്കെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് നടത്തിയ മുസഫർ നഗർ വർഗീയ കലാപത്തിലെ ഇരകൾ, ആ ഇരകൾക്ക് ഇന്ന് അവർ മുമ്പ് വർഗീയ കലാപം നടക്കുന്നതിന് മുമ്പ് താമസിച്ചിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കുന്നത്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഞങ്ങൾക്ക് സാധ്യമാകുന്നത് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, ഇതൊക്കെ നടപ്പാക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് വർഗീയതയുടെ മുഖം നൽകാനാകില്ല. ഞങ്ങൾ പറയും, വർഗീയതയുടെ മുഖം പാടില്ല, മതേതര മുഖമായിരിക്കണം വേണ്ടത്. ഇവിടെ പറഞ്ഞു, ബാബറി മസ്ജിദ് തകർച്ചയിൽ, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ലീഗ് എടുത്ത നിലപാട് പ്രശംസിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? കേരളത്തിലെ ഏത് ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളെടുത്ത നിലപാടുകൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. എല്ലാവർക്കും വിലയിരുത്താനാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ MT രമേശ്, ഇവിടെ ജ്യോതി ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു, കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ? അതുപോലെ ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ച് തുടങ്ങിയ 2 വാചകങ്ങളാണ് ശ്രീ രണ്ടത്താണിയും ഇവിടെ ആവർത്തിച്ചത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിൻ്റെ IT മേഖല, ഈ രണ്ടിടത്തും ഈ രാജ്യത്തെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിൽ സാക്ഷരതയും വൈഭവവും പ്രാഗൽഭ്യവും നേടാൻ കഴിഞ്ഞ 2 മണ്ഡലങ്ങളാണത്. അതിൻ്റെ ഈ പറയുന്ന നിയാമക ശക്തികളായി പ്രവർത്തിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ്.
അപ്പോൾ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ, നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെ ഏത് അളവുകോല് വെച്ച് നോക്കുമ്പോഴും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ ഭരണപരവും പാർലമെൻ്ററി രംഗത്തുള്ളതും ജനാധിപത്യപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവും ഒക്കെ ആയിട്ടുള്ള ഒരു പങ്കാളിത്തമുണ്ട്. അതെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അല്ല, കേരളത്തിൽ അത് നിഷേധിക്കുന്നില്ലല്ലോ വേണു. കാരണം 960 മുതൽ കേരളത്തിൽ മുസ്ലിം ലീഗ് മാറിയും മറിഞ്ഞും ഭരണത്തിൽ പങ്കാളിത്തമുള്ള പാർട്ടിയല്ലേ. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ദീർഘകാലം കൈകാര്യം ചെയ്തിട്ടുള്ള, ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 60% തുക വിനിയോഗിക്കാൻ സാധിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തൊരു പാർട്ടിയാണ് ലീഗ്. അപ്പോൾ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി നിലക്ക് കേരളത്തിൻ്റെ ഇത്തരം പല രംഗത്തും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് സ്വാധീനമുണ്ടാവുകയും അവർക്ക് സംഭാവന ഉണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും ആർക്കും തർക്കമില്ലല്ലോ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. എനിക്കിപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയായിട്ട് തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പ്രതിരോധിക്കട്ടെ. പക്ഷേ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചു, മുസ്ലിം ലീഗ് കേരളത്തിൽ എന്ത് ചെയ്തു? ഞാൻ ഒറ്റ സംഭവം മാത്രം പറയാം. ഇവിടെ മാറാട് പ്രശ്നമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിക്കുമ്പോൾ മാറാട് കൂട്ടക്കൊലപാതകമുണ്ടായതിനു ശേഷം അക്രമകാരികൾ തമ്പടിച്ച അവിടുത്തെ ആരാധനാലയം പോലീസ് സീൽ ചെയ്തു. അന്ന് മരിച്ചുപോയ ബഹുമാനായിട്ടുള്ള അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം മന്ത്രിയല്ല, MP ആണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ട് പോലീസിനെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആ ആരാധനാലയം ചവിട്ടി തുറന്നത് എന്തിനായിരുന്നു എന്ന് അതിനുശേഷമുള്ള എല്ലാ ചർച്ചകളിലും ഉന്നയിക്കപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ട് ഉത്തരമില്ല ജ്യോതികുമാർ ചാമക്കാല. അത്തരം പല ചോദ്യങ്ങളും കേരളത്തെ സംബന്ധിച്ച പല വിഷയങ്ങൾ ചോദ്യം വരുമ്പോൾ അത്തരം പല ചോദ്യങ്ങളും ഉണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം ജ്യോതികുമാർ ആലോചിക്കേണ്ടത്, BJP വിമർശനത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. 5ാം മന്ത്രിസ്ഥാനത്തിൻ്റെ വിവാദം വന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ കോഴിക്കോട് പ്രസംഗം ജ്യോതികുമാർ ചാമക്കാല ഒരു പ്രാവശ്യം കൂടി കേൾക്ക്. രമേശ് ചെന്നിത്തലയാണല്ലോ അന്ന് പറഞ്ഞത്. CK ഗോവിന്ദൻ നായരുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രസംഗത്തെയും നിലപാടിനെയും കോട്ട് ചെയ്തുകൊണ്ട് CKG അനുസ്മരണ സമ്മേളനത്തിലാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ലീഗിൻ്റെ മുമ്പിൽ അമിതമായിട്ട് പറയരുതായിരുന്നു, അടിയറവ് പാടില്ലായിരുന്നു എന്ന് CKGയുടെ കോട്ടിംഗ് ഉദ്ധരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് പ്രസംഗിച്ചത്. അത് BJP ആണോ? അല്ലല്ലോ. അപ്പോൾ ഇനി മൂന്നാമതൊരു കാര്യം, ആര്യാടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ ഘട്ടത്തിൽ പറഞ്ഞത് CKGക്ക് ശേഷം കേരളത്തിൽ കരുത്തനായ ഒരു KPCC പ്രസിഡന്റ് വന്നിരിക്കുന്നു എന്നാണ്. അതിനുകൂടി കൂട്ടിയിട്ട് ജ്യോതികുമാർ പറയാമല്ലോ. അതായത് ഇപ്പോൾ അഹമ്മദാണല്ലോ കേന്ദ്രത്തിൽ മന്ത്രിയായത്. അതിനെക്കുറിച്ചാണല്ലോ കേന്ദ്ര മന്ത്രിസഭയിലെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ജ്യോതികുമാർ പറഞ്ഞത്. ഞാൻ ജ്യോതികുമാരോട് ചോദിക്കട്ടെ, അതിനു മുമ്പ് മുസ്ലിം ലീഗിന് MP മാരുണ്ടായിരുന്നില്ലേ? എന്തേ കോൺഗ്രസിന്റെ മുൻകാല നേതാക്കന്മാർ അവിടെ മന്ത്രിസഭയിൽ ലീഗ് നേതാക്കന്മാരെ പെടുത്തിയില്ല? സുലൈമാൻ സേട്ട് സാഹിബ് MP ആയിരുന്നല്ലോ, ബനാത്ത് വാല MP ആയിരുന്നല്ലോ. അവരെ ഒന്നും എന്തേ അന്ന് പെടുത്താതിരുന്നത്? എന്തേ കോൺഗ്രസിനെന്ന് ലീഗിന്റെ മതേതര മുഖം, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധത്തെക്കുറിച്ചത് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇന്ന് ഗതികേട് കൊണ്ടാണ് വേണു, ഇന്നും കോൺഗ്രസ്സുകാർക്ക് അറിയാത്തത് കൊണ്ടല്ല, ഇന്ന് ഗതികേടാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് 100% ഉറപ്പുള്ള സീറ്റ് ലീഗിന്റെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നമാണ്, ഇത് അറിയാത്തത് കൊണ്ടല്ല. ഇത് കോൺഗ്രസിന് വേവലാതിയുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യയിൽ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വേവലാതി ഉള്ളത് കൊണ്ടാണല്ലോ ഇന്ന് ഉടനെ തന്നെ പ്രതികരണം വന്നത്. ആ വേവലാതി തന്നെയാണ് BJPയുടെ രാഷ്ട്രീയ ആയുധം. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.